പത്തനംതിട്ടയിൽ 13-കാരിയെ അമ്മയുടെ ഒത്താശയോടെ ബലാത്സംഗം ചെയ്തു. പെൺകുട്ടിയുടെ അമ്മയും അമ്മയുടെ ആൺസുഹൃത്തും അറസ്റ്റിൽ. വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീകുമാരൻ നൽകും. ശ്രീജിത്ത്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. മകളെ ബലാത്സംഗം ചെയ്യാൻ അമ്മ ഒത്താശ നിൽക്കുന്നു. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ പറയൂ. 2024 സെപ്റ്റംബർ മാസത്തിലാണ് നാടിനെ ഞെട്ടിക്കുന്ന ഈ ഒരു പീഡനം നടന്നിരിക്കുന്നത്. ഇതിൽ അമ്മയോടൊപ്പം താമസിച്ചിരുന്ന അമ്മയുടെ ആൺ സുഹൃത്ത് റാന്നി അങ്ങാടി സ്വദേശി ജെയ്മോനാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നത്. 2024 സെപ്റ്റംബർ മാസത്തിൽ ബാലരാമപുരത്ത് ഒരു കേസ് ഇയാൾക്കുണ്ടായിരുന്നു. ബാലരാമപുരത്താണ് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ അമ്മയും ഒക്കെയായി ഇയാൾ താമസിച്ചിരുന്നത്. ഇയാൾ ഒരു മുൻ കൊലക്കേസ് പ്രതിയാണ്. അങ്ങനെയാണ് ആ കൊലക്കേസ് പ്രതിയുമായി ബന്ധപ്പെട്ട ഇയാളുടെ ഒപ്പം സഹതടവുകാരനായിരുന്ന ഒരാളുടെ ചേട്ടൻ്റെ ഭാര്യയാണ് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന തരത്തിൽ ഇയാളോടൊപ്പം വീണ്ടും ഇപ്പോൾ താമസിക്കുന്നത്. എന്തായാലും ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്. ഒരു പെൺകുട്ടി ബാംഗ്ലൂരിൽ പഠിക്കുന്നു, മറ്റൊരു പെൺകുട്ടി വീട്ടിലാണ്. അതായത് ഈ 13 വയസ്സുകാരിയാണ്. എന്തായാലും ഈ പെൺകുട്ടി ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനിത പറഞ്ഞതുപോലെ തന്നെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നുണ്ട് ഈ വാർത്ത. ഇതുപോലെയുള്ള പല വാർത്തകൾ വരുമ്പോഴും ഇതുപോലെയാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. 13 വയസ്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു. അത് അമ്മയുടെ അറിവോടെയാണ്, ഒത്താശയോടെയാണ്. അമ്മയുടെ ആൺ സുഹൃത്തും അമ്മയും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് എന്ന വാർത്തയാണ് വരുന്നത്. ശ്രീകുമാരൻ വീണ്ടും തുടരുന്നുണ്ട്. പറഞ്ഞോളൂ കൂടുതൽ വിവരങ്ങൾ ശ്രീജിത്ത്. എന്തായാലും റാന്നി സ്വദേശിയായ ഇയാൾ പെൺകുട്ടിയെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് റാന്നിയിൽ പത്തനംതിട്ടയിലെ ഒരു ലോഡ്ജിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. 2024 സെപ്റ്റംബർ മാസത്തിലാണ് ഇങ്ങനെ ലോഡ്ജിലേക്ക് കൊണ്ടുവന്നത്. ഈ സമയം അമ്മയും ഉണ്ടായിരുന്നു. മദ്യം അമ്മയ്ക്കും അതുപോലെ തന്നെ ഇയാളും കഴിച്ചിരുന്നു മദ്യം. അങ്ങനെ പീഡിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ കേസ് പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ ഒരു മൊഴി സ്കൂളിൽ നിന്നൊക്കെ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു നിയമസഹായം ഒക്കെ ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് പെൺകുട്ടി മൊഴി കൊടുക്കുന്നത്. എന്തായാലും പെൺകുട്ടി ഇത്തരത്തിൽ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ അമ്മയും ആൺസുഹൃത്തും മുങ്ങുകയായിരുന്നു. എന്തായാലും ഇവരെ മംഗലാപുരത്ത് നിന്ന് ബാലരാമപുരത്ത് ആദ്യഘട്ടത്തിൽ കേസെടുക്കുന്നത് പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പത്തനംതിട്ട DYSP S നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം നടത്തുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ മൊബൈൽ ഫോൺ രേഖകളടക്കം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മംഗലാപുരത്ത് ഈ പ്രതികൾക്ക് ചില കണക്ഷൻസ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിലെ ഒരു SIയും സംഘവും പ്രത്യേക ടീം അങ്ങോട്ട് തിരിക്കുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഇവരെ കൊണ്ടുവന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും. എന്തായാലും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികൾ ഇപ്പോൾ നിലവിൽ ഉണ്ട്. പെൺകുട്ടി സുരക്ഷിതയായി മഹിളാ മന്ദിരത്തിലാണ് താമസിക്കുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ബലാത്സംഗം തന്നെ നടന്നു എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. അമ്മ ഈ പറയുന്നത് പോലെ നോക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ ഈ ആൺ സുഹൃത്ത് പെൺകുട്ടിയെ 13-കാരിയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന വിവരമാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പത്തനംതിട്ടയിലെ DYSP ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, പത്തനംതിട്ടയിൽ നിന്നാണ് പീഡന വാർത്ത വരുന്നത്. 13 വയസ്സുള്ള പെൺകുട്ടിയെ അമ്മയുടെ ഒത്താശയോടെ ബലാത്സംഗം ചെയ്തെന്നാണ് അറിയാൻ കഴിയുന്നത്. മദ്യലഹരിയിലാണെന്നും ശ്രീകുമാരൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ വിമർശിച്ചും ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട് കേട്ടോ. അതായത് ലഹരി ഉപയോഗത്തിലാണ് ഇതും ഇതിനപ്പുറം ഉണ്ടാകും. കാരണം ലഹരി ഉപയോഗം സ്കൂൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. സർക്കാരും പോലീസും എടുക്കുന്ന നടപടികളെല്ലാം പ്രഹസനം മാത്രമാകുന്നതാണ് കാരണം. ഈ കുട്ടിയുടെ അമ്മ തന്നെയാണോ ഇത്? കാരണം അമ്മമാർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല തുടങ്ങിയുള്ള പ്രതികരണമൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ, ഇപ്പോൾ അതാ റാഗിംഗ് വാർത്ത, അതിന് മുൻപും റാഗിംഗ് വാർത്തകൾ വന്നു. അതായത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഒരു കാര്യം പറയുന്നത് ശരിയാണ്. സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിത ദിനം കൂടിയാണ്. ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്.